ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കുറച്ച് പുതിയ ചെടികളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടൗണിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക്ക്ഡൌണിന് ശേഷം നമ്മൾ ഒന്ന് ആദ്യമായിട്ട് ടൗണിൽ പോയതാണ്. അപ്പോൾ ടൗണിൽ പോകുന്ന സമയത്ത് എന്താണെങ്കിലും ഒരു ചെടി വാങ്ങിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ചെടിയെങ്കിലും മേടിച്ചിട്ടേ ഞാൻ വരാറുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ വാങ്ങിയ ഒരു ചെടി, അതുപോലെ എനിക്ക് കഴിഞ്ഞ ദിവസം ദീദി ഗിഫ്റ്റായിട്ട് തന്ന ഒരു ചെടിയുണ്ട്. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു ചെടി. അപ്പോൾ അങ്ങനെ ഒരു 3-4 ചെടികൾ പുതിയതായിട്ട് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ വാങ്ങിയതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെടി. ഇത് ഒരു സക്കുലന്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്ട്രിംഗ് ഓഫ് ബനാന എന്നാണ് ഇതിന്റെ പേര്. കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. ഇതൊരു ചെടിയാണോ അതൊരു ഫ്രൂട്ടാണോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതിന് ഇലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലയില്ല. ഇതിന്റെ ഇല ഇങ്ങനെ ഒരു ബനാനയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്ട്രിംഗ് ഓഫ് ബനാന എന്നൊരു പേരെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഒരു എന്താ പറയാ, നമ്മൾ പച്ചമുന്തിരിങ്ങയൊക്കെ ഇല്ലേ, അപ്പൊ പച്ചമുന്തിരിങ്ങയൊക്കെ പോലെ തോന്നുന്ന ഒരു ചെടിയാണ്. കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ കായ ഇങ്ങനെ പറിച്ചെടുക്കാൻ തോന്നും. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത, അധികം വെയിലൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. സ്ട്രിംഗ് ഓഫ് ബനാന എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചെടി. അപ്പൊ ഈ ചെടി എനിക്ക് ദീദി വാങ്ങി തന്ന കേട്ടോ. ഇതിന് 250 റുപ്പീസ് ആയിരുന്നു ഈ ഒരു പോട്ടോട് കൂടി നമുക്ക് വാങ്ങിയപ്പോൾ ആയത്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഈ പോട്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും പുതിയ അതിഥി. അടുത്ത ചെടി ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ചെടിയൊക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഞാനിതെല്ലാം ഔട്ട്ഡോറിലാണ് വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് വീടിന്റെ അകത്ത് അധികം വെളിച്ചമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞാൻ പുറത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഗാർഡൻ ടെറസിൽ ചെയ്തത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എന്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാൻ ഈ ടെറസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റും കൂടെ കൊണ്ടുവച്ചു. ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത്. പെപ്പറോമിയയുടെ വെറൈറ്റി, ഇതിന്റെ കറക്റ്റ് പേര് എനിക്ക് അറിയില്ല. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു വൈറ്റ് കളർ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഒരു പോട്ടിൽ തന്നെയാണ് കിട്ടിയത്. ഇത് എനിക്ക് ദീദി ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് പ്രൈസ് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന് ഒരുവിധം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പെപ്പറോമിയയുടെ നല്ലൊരു വെറൈറ്റി ആണിത്. പിടിച്ചു കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. പക്ഷെ ഇതിപ്പോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ പോട്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു ഗസ്റ്റ്. പ്ലാന്റും ഒരു പെപ്പറോമിയ പ്ലാന്റ് തന്നെയാണ്. അത് ഞാൻ വീടിന്റെ അകത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് പെപ്പറോമിയയുടെ ഒരു അടിപൊളി വെറൈറ്റി ചെടിയാണിത്, കണ്ടോ. അപ്പൊ ഇതും നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചട്ടിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനിതിനെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല, വാങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാം, ഒരു ഹാങ്ങിങ് പോട്ടിലേക്കൊക്കെ മാറ്റാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പ്ലാന്റ് ആണിത്. 20 രൂപയായിരുന്നു ഈ ചെടി നമ്മൾ വാങ്ങിയപ്പോൾ ഇതിന്റെ വില. അടുത്തത് ഈ പ്ലാന്റ് ആണ്. ഇത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ പ്ലാന്റിന് 90 രൂപയായിരുന്നു ഞാൻ ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ വില. അപ്പൊ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണിത്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇത് നല്ലൊരു വൈറ്റ് കളർ പോട്ടിലൊക്കെ ആക്കി വെക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് ഒരു ഫൈക്കസിന്റെ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇലയൊക്കെ ചെറുതായിട്ടൊന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മൾ അകത്ത് വെച്ചപ്പോൾ എന്തോ വെയില് കൊള്ളാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഇതിന്റെ കുറച്ചുകൂടി ഇല ഉണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ചെടിക്കും 70 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്. ഫൈക്കസിന്റെ ഒരു വെറൈറ്റി പെട്ട ഒരു പ്ലാന്റ് ആണിത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.